ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർട്ട് ആൻഡ് CPM, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, പിന്നെ സ്റ്റെപ്സ്, പിന്നെ പെർട്ട് ആൻഡ് CPM നെറ്റ്വർക്ക്സ്, പിന്നെ അതിൽ വരുന്നത് ഇല്ലുസ്ട്രേഷൻ കൂടിയാണ്. ഫസ്റ്റ് നമുക്ക് പെർട്ട് ആൻഡ് CPM എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പെർട്ട് എന്ന് വെച്ചാൽ പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്സ്, CPM എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. പെർട്ട് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അതായത് ഒരു പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ടൈം, ഒരു പ്രോജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും, അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പെർട്ട് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ ഒരു പ്രോജക്റ്റിനകത്ത് വരുന്ന ഷെഡ്യൂളിങ്ങും ഇൻ്റഗ്രേഷനും ഓർഗനൈസേഷനും ഒക്കെയാണ് കൂടുതലായിട്ട് പെർട്ടിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഒരു പ്രോജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻ്റായിട്ടാണ് കാണുന്നത്. അതുപോലെ പെർട്ട് എന്ന് പറയുന്നത് ഒരു എഫിഷ്യൻ്റ് ടെക്നിക്ക് കൂടിയാണ്. പിന്നെ CPM മീൻസ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. അതായത് ഓൾറെഡി അറിയാവുന്ന ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകാൻ എത്ര ടൈം എടുക്കും, അതിനു വേണ്ടിയിട്ടാണ് CPM യൂസ് ചെയ്യുന്നത്. ഇതിൽ കൂടുതലും പ്രോജക്റ്റിന് എത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. അതുപോലെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മിനിമം ടൈമാണ്. അതായത് പ്രോജക്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു മിനിമം ടൈമായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ CPM എന്ന് പറയുന്നത് ലാർജസ്റ്റ് പാത്തും ക്രിട്ടിക്കൽ പാത്തും കൂടിയാണ്. പിന്നെ വരുന്നതാണ് ആപ്ലിക്കേഷൻസിൽ വരുന്നത് പെർട്ട് ആൻഡ് CPM are well known as network analysis techniques used to assist managers in planning and controlling the large scale project. ഒരു ലാർജ് സ്കെയിൽ പ്രോജക്റ്റുകളിലൊക്കെ അതിൻ്റെ നെറ്റ്വർക്കിൻ്റെ അനാലൈസിസും ടെക്നിക്കും ഉപയോഗിക്കുന്നത് പെർട്ടാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻസൊക്കെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പെർട്ടാണ്. അതുപോലെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻസ്ട്രക്ഷൻ വർക്കിലൊക്കെ വരുന്നതെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യാനും പെർട്ട് ഉപയോഗിക്കുന്നുണ്ട്. Construction of residential complex, shopping centers, multiplexes, ship and aircraft repair project, construction of a dam or bridge or highway, maintenance of oil refineries, research and development of new drug or design of automobile, installation of a pipeline project, ഇതെല്ലാം പെർട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത്രയാണ് ആപ്ലിക്കേഷനിൽ വരുന്നത്. അടുത്ത വരുന്നത് സ്റ്റെപ്സ് ഇൻ പെർട്ട് ആൻഡ് CPM ടെക്നിക്സ് ആണ്. പ്രോജക്റ്റ് ഷെഡ്യൂളിംഗ് ബൈ പെർട്ട് ആൻഡ് CPM കൺസിസ്റ്റ് ഓഫ് 4 മെയിൻ സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ്. എ ബിഗ് പ്രോജക്റ്റ് സ്പ്ലിറ്റ് ഇൻറ്റു സ്മാൾ പ്രോജക്റ്റ്. ദീസ് സ്മാളർ പ്രോജക്റ്റ് ആർ ദെൻ ഡിവൈഡഡ് ഇൻറ്റു ആക്ടിവിറ്റീസ്. ഒരു ബിഗ് പ്രോജക്റ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നു സ്മാൾ പ്രോജക്റ്റായിട്ട്. ഈ സ്മാൾ പ്രോജക്റ്റിന് ഉള്ളിൽ തന്നെ ഒരു പ്രോജക്റ്റിൻ്റെ ഡിവൈഡ് ചെയ്ത് ആക്ടിവിറ്റി ആയിട്ട് മാറുന്നു. അങ്ങനെ ഓരോ ആക്ടിവിറ്റികളും പരസ്പരം റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക. ഇത്രയാണ് പ്ലാനിങ്ങിൽ വരുന്നത്. അടുത്തതാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. The aim of scheduling is to prepare time to chart showing the start and finish time for each activity as well as its relationship to other activities of the project. അതായത് ഓരോ കാര്യങ്ങൾ ടൈം വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നു. ഓരോ ആക്ടിവിറ്റിയും ഷെഡ്യൂൾ ചെയ്യുന്നു. അപ്പോൾ ആക്ടിവിറ്റി ഇത്ര ടൈമിൽ കംപ്ലീറ്റ് ആകും എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഓരോ ആക്ടിവിറ്റികളും പരസ്പരം റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ആക്ടിവിറ്റികൾ തീരാനുള്ള ടൈം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ദ ഷെഡ്യൂൾ മസ്റ്റ് പിൻ പോയിന്റ് ദ critical path activity which require special attention if the project is to be completed in time. അതായത് ചില ആക്ടിവിറ്റികൾ പിൻ പോയിൻ്റ് ആയിരിക്കും. അതായത് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടതായിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. അതുപോലെ ചില ആക്ടിവിറ്റികളൊക്കെ ക്രിട്ടിക്കലാണ്. അതുപോലെ തന്നെ റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് ഡിലേ ഒക്കെ വരാം. അതായത് കുറച്ച് താമസമൊക്കെ കൂടുതലും വരാം. അപ്പോൾ അതൊന്നും അനുവദിക്കാതെ റിസോഴ്സസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. അടുത്തത് റിസോഴ്സ് അലോക്കേഷനാണ്. അതായത് റിസോഴ്സ് ലൈക്ക് ലേബർ, ഫിനാൻസ്, എക്യുപ്മെൻറ്റ്, മെൻ എക്സെട്ര. ഇതെല്ലാം ഒരു ഫിസിക്കൽ വേരിയബിളാണ് എന്ന് ഇതിൽ പറയുന്നു. റിസോഴ്സസ് ലിമിറ്റഡ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് എല്ലാം എസെൻഷ്യലായിട്ട് മാറുന്നതാണ്.
ഇത്രയാണ് റിസോഴ്സ് അലോക്കേഷനിൽ പറയുന്നത്. അടുത്തതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ദ ഫൈനൽ ഫേസ് ഇൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഇൻ കൺട്രോളിംഗ്. അതായത് പ്രോജക്റ്റിൻ്റെ ഫൈനൽ ഫേസ് എന്ന് പറയുന്നത് കൺട്രോളിംഗ് ആണ്. അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കലും അറ്റൻഷനും ആണ്. അത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് ഐഡൻറ്റിക്കൽ അറ്റൻഷനും കൊടുക്കണമെന്നാണ് ഇതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത്. ഇത് പ്രോജക്റ്റ് കംപ്ലീഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ക്രിട്ടിക്കൽ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഒരു പ്രോജക്റ്റിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കൺട്രോൾ അവിടെ കിട്ടും. ഒരു പ്രോജക്റ്റിൽ ഓവർ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ വരാതെ ഫിനാൻഷ്യലി കൺട്രോൾ ചെയ്ത് പോകുന്ന രീതിയിലൊക്കെ വരാം. ദ ആരോ ഡയഗ്രാം ആൻഡ് ടൈം ചാർട്ട് ആർ യൂസഡ് ഫോർ മേക്കിംഗ് പീരിയോഡിക് റിപ്പോർട്ട്സ്. ഇത്രയാണ് കൺട്രോളിങ്ങിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് PERT ആൻഡ് CPM നെറ്റ്വർക്ക്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡ്രോ an arrow diagram which show interdependence and precedence relationship among activities of the project. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആരോ ഡയഗ്രാം വരയ്ക്കുക എന്നാണ്. അതായത് ഒരു പ്രോജക്റ്റിലെ ഓരോ ആക്ടിവിറ്റീസ് തമ്മിൽ റിലേഷൻഷിപ്പ് അവിടെ കാണിക്കുന്നുണ്ട്. In a network representation of a project, certain basic terminologies are used for which are defined as follows. അതിൽ വരുന്നത് ഫസ്റ്റാണ് ആക്ടിവിറ്റി, സെക്കൻഡ് ഈസ് എ ഇവൻറ്റ്, മൂന്നാമത് വരുന്നതാണ് സീക്വൻസിങ്. ആക്ടിവിറ്റിയിൽ എനി ഇൻഡിവിജ്വൽ ഓപ്പറേഷൻ വിച്ച് യൂട്ടിലൈസ് റിസോഴ്സസ് ആൻഡ് ഹാസ് ആൻ എൻഡ് ആൻഡ് ബിഗിനിങ്. ഏത് ഇൻഡിവിജ്വൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും ഏതൊക്കെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണെങ്കിലും അതിനൊരു എൻഡിങ്ങും ബിഗിനിങ്ങും കാണും. അതിനെ ആണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആരോ എന്ന് പറയുമ്പോഴ് കോമൺലി യൂസ് ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതിൽ ഹെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പ്രോജക്റ്റിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ്സിനെ ആയിരിക്കും. അപ്പം ഓരോ ആരോയും ഓരോ ആക്ടിവിറ്റിയിട്ടാണ് അതിൽ വരുന്ന 4 കാറ്റഗറിയിലുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീഡെസസർ ആക്ടിവിറ്റി, സെക്കൻഡ് സക്സസർ ആക്ടിവിറ്റി, തേർഡ് കൺകറൻറ്റ് ആക്ടിവിറ്റി ആൻഡ് ഫോർത്ത് ഡമ്മി ആക്ടിവിറ്റി. ഇത്രയും ആക്ടിവിറ്റിയിൽ വരുന്ന സബ് പോയിൻ്റാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രീഡെസസർ ആക്ടിവിറ്റി ദാറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു ദ സ്റ്റാർട്ട് ഓഫ് ദ അനദർ ആക്ടിവിറ്റി ആർ കോൾഡ് പ്രീഡെസസർ ആക്ടിവിറ്റി. അതായത് ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്ത് വരുന്ന മറ്റൊരു ആക്ടിവിറ്റി അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ തുടർച്ചയാണ് സെക്കൻഡ് ആക്ടിവിറ്റി. അതായത് സെക്കൻഡ് ആക്ടിവിറ്റി എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അതിന് മുന്നേ ഫസ്റ്റ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണം. അതാണ് പ്രീഡെസസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്താണ് സക്സസർ ആക്ടിവിറ്റി. ആക്ടിവിറ്റീസ് ദാറ്റ് കനോട്ട് ബി സ്റ്റാർട്ടഡ് അണ്ടിൽ വൺ ഓർ മോർ അതർ ആക്ടിവിറ്റീസ് ആർ completed but immediately succeed them are called successor activity. അതായത് മൂന്നാമത്തെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, പക്ഷെ അതിന് മുന്നേ ഫസ്റ്റും സെക്കൻഡും ചെയ്തിട്ടില്ല, പക്ഷേ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഫസ്റ്റും സെക്കൻഡും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സക്സസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അവിടെ ടൈം ലാഗൊന്നും ഉണ്ടാകുന്നില്ല. ഇതാണ് സക്സസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് കൺകറൻറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. Concurrent activity which can be accomplished concurrently are known as concurrent activity. It may be noted that an activity can be predecessor or a successor to an event, or it may be concurrent with one or more of the other activities. അതായത് ഇത് അക്കംപ്ലിഷ് ചെയ്യുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അതായത് സക്സസർ ലിസ്റ്റും പ്രീഡെസസർ ലിസ്റ്റും ഇതിൽ വരുന്നുണ്ട്. ഒന്നെങ്കിൽ സക്സസർ ആവാം അല്ലെങ്കിൽ പ്രീഡെസസർ ആവാം. അപ്പം നെക്സ്റ്റിൽ വരുന്ന ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രീഡെസസർ ആണോ സക്സസർ ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇതാണ് കൺകറൻറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഡമ്മി ആക്ടിവിറ്റി. ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആൻ ആക്ടിവിറ്റി വിച്ച് ഡസ് നോട്ട് കൺസ്യൂം എനി കൈൻഡ് ഓഫ് ടൈം ഓർ റിസോഴ്സസ് ബട്ട് മിയർലി ഡെബിറ്റ്സ് ദ ടെക്നോളജി ഡിപ്പെൻഡൻസ് ഈസ് കോൾഡ് ഡമ്മി ആക്ടിവിറ്റി. ഡമ്മി ആക്ടിവിറ്റിക്ക് റിസോഴ്സസും ടൈമും ഒന്നും ആവശ്യമില്ല. ഇത് ടെക്നോളജിയുടെ ബേസിൽ വരുന്ന ആക്ടിവിറ്റി ആയിരിക്കും. അതായത് ഹൈപ്പോത്തിസിസ്
ഹൈപ്പോത്തറ്റിക്കൽ ആക്ടിവിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. ഡമ്മി ആക്ടിവിറ്റിയുടെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെ എ എന്ന് പറയുന്നതാണ് ആക്ടിവിറ്റി. അപ്പോൾ എ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് 1ലും എൻഡ് ചെയ്യുന്നത് 2ലുമാണ്. അതുപോലെ ബി ആണ് അവിടുത്തെ ആക്ടിവിറ്റി. അപ്പോൾ ബി ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് 2ലും എൻഡ് ചെയ്യുന്നത് 4ലുമാണ്. അതുപോലെ ഡി ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് 4ലും എൻഡ് ചെയ്യുന്നത് 5ലും ആണ്. അവിടെ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത് 3 to 4 ആണ്. അവിടെ റിസോഴ്സസും ടൈമും ഒന്നും ഇതിന് ആവശ്യമില്ല. അത് കംപ്ലീറ്റ് ചെയ്യാൻ അത് കംപ്ലീറ്റ് ചെയ്താൽ അടുത്ത ആക്ടിവിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത് പോകാം. പിന്നെയാണ് സെക്കൻഡാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവൻ്റ് റെപ്രസെൻ്റ് എ പോയിൻ്റ് ഇൻ ടൈം, സിഗ്നിഫൈ ദ കംപ്ലീഷൻ ഓഫ് സം ആക്ടിവിറ്റീസ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് ന്യൂ വൺസ്. അപ്പം ഇവൻ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി അടുത്തത് തുടങ്ങി, അതിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സർക്കിൾ O എന്നാണ്. ദ ഇവൻ്റ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് 3 categories: മെർജ് ഇവൻ്റ്, ബേഴ്സ് ഇവൻ്റ്, മെർജ് ആൻഡ് ബേഴ്സ് ഇവൻ്റ്. മെർജ് ഇവൻ്റ് എന്ന് പറയുന്നത് വെൻ more than one activity comes and join an event. Such event is known as merge event. അത് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റി ഒരു ഇവൻറ്റിൽ ജോയിൻ ചെയ്യുന്നു, അതിനാണ് മെർജ് ഇവൻ്റ് എന്ന് പറയുന്നത്. അടുത്താണ് ബേഴ്സ്റ്റ് ഇവൻ്റ്. അതായത് ഒരു ആക്ടിവിറ്റി അതിൽ നിന്ന് പോകുന്നുവെങ്കിൽ അതിനാണ് ബേഴ്സ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് പറഞ്ഞാണ് മെർജ് ആൻഡ് ബേഴ്സ്റ്റ് ഇവൻ്റ്. An activity may be merged and burst event at the same time as with the respect to the some activity. It can be merged and event with the respect to some other activities. It may be burst event. സെയിം ടൈമിൽ തന്നെ അതായത് മെർജ് ഇവൻറ്റും ബേഴ്സ്റ്റ് ഇവൻറ്റും നടക്കുന്നതാണ് മെർജ് ആൻഡ് ബേഴ്സ്റ്റ് ഇവൻറ്റിൽ. അടുത്താണ് സീക്വൻസിങ് എന്ന് പറയുന്നത്. Sequencing, the first prerequisites in the development of a network, is to maintain the precedence of relationship. In order to make network, following points should be taken into consideration. ഒരു പ്രോജക്റ്റ് സീക്വൻസിന് റെഡി ആകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് ജോബ് ഓർ ജോബ് പ്രിസിഡിറ്റ്, അതായത് എന്ത് കാര്യം ആദ്യം നടക്കേണ്ടത് എന്ന്. സെക്കൻഡ് ഈസ് വാട്ട് ജോബ് ഓർ ജോബ്സ് കുഡ് റൺ കൺകറൻ്റ്ലി, അതായത് കൺകറൻ്റ് ആയിട്ട് പോകേണ്ട ജോബ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നു. പിന്നെ തേർഡ് എന്ന് പറയുന്നത് വാട്ട് ജോബ് ഓർ ജോബ് ഫോളോ ഇറ്റ്. ഫോർത്ത് വാട്ട് കൺട്രോൾ ദ സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ഓഫ് എ ജോബ്. ഈ കാൽക്കുലേഷൻ നെറ്റ്വർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ നെറ്റ്വർക്ക് വരയ്ക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നെറ്റ്വർക്ക് വരയ്ക്കുമ്പോൾ കൂടുതൽ കെയർ വേണം എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്താണ് ഇല്ലുസ്ട്രേഷൻ 25th ടെക്സ്റ്റ് തന്നെയുള്ളതാണ്. ഈ ഇല്ലുസ്ട്രേഷനിൽ എ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് 1ലും എൻഡ് ചെയ്യുന്നത് 2ലുമാണ്. അതുപോലെ ബി ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് 2ലും എൻഡ് ചെയ്യുന്നത് 4ലുമാണ്. അതുപോലെ സി ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് 2ലും എൻഡ് ചെയ്യുന്നത് 3ലുമാണ്. ഇതിൽ വരുന്ന ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത് 3 to 4 ആണ്. അതായത് the dummy activity 3 to 4 has been introduced here because the activity B and C both precede the while only activity C precedes the activity E. അതായത് ബിയും സിയും ഡിക്ക് മുന്നേ നടക്കേണ്ട ആക്ടിവിറ്റിയാണ്. അതുപോലെ സി എന്ന് പറയുന്നത് ഇക്ക് മുന്നേ നടക്കേണ്ട ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്താൽ അടുത്ത ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഓരോന്നിനെ ബേസ് ചെയ്തിട്ട് ഓരോ ആക്ടിവിറ്റിയും റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. PERT ആൻഡ് CPM എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷനും അതിൽ വരുന്ന സ്റ്റെപ്സും